ഇന്ന് ഞാൻ പോണതേ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പൂരം കാണാൻ വേണ്ടിയിട്ടാണ്. ഈ പൂരത്തിന് എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പല പൂരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ഫസ്റ്റത്തെ പൂരമായതുകൊണ്ട് മാത്രമാണ് ഇതിനൊരു പ്രത്യേകത. കേരളത്തിൽ ഫസ്റ്റത്തെ പൂരവും അതുപോലെ തന്നെ അവസാനത്തെ പൂരവും ഇത് രണ്ടും വന്ന് നിൽക്കുന്നത് നമ്മളെ തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ പൂരമാണ് കേരളത്തിലെ ഏറ്റവും അവസാനത്തെ പൂരം എന്ന് ഞാൻ വിചാരിക്കണം. എൻ്റെ അറിവിലുള്ളതാണ്. ഇനിയിപ്പോൾ വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് രേഖപ്പെടുത്തിയുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ട് തൃശ്ശൂർ പൂരമാണ് ഏറ്റവും അവസാനത്തെ പൂരം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതുപോലെ തന്നെ നമ്മളെ കേരളത്തിലെ ഏറ്റവും ഫസ്റ്റ് പൂരം ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ഫസ്റ്റ് പൂരവും ഇതുപോലെ ഞങ്ങളെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ തൃശ്ശൂരിൻ്റെ ഭാഗമായിട്ടുള്ള ചാവക്കാട് പഞ്ചവടി ക്ഷേത്രത്തിലാണ്. പഞ്ചവടി പൂരമാണ് കേരളത്തിലെ ഫസ്റ്റ് പൂരം. അത് ദീപാവലിയുടെ അന്നാണ് എല്ലാ കൊല്ലവും ഉണ്ടാവാറ്. ഇന്നും അതെ. ഇനി ഈ കാണുന്ന ഗോപുരം തൃശ്ശൂർ പൂരത്തിന് കാണാറുണ്ട്, ഈ പൂരത്തിനും കാണാറുണ്ട്. എല്ലാ കൊല്ലവും റോഡിന് നടുവിലാണ് ഉണ്ടാവാറ്. ഇപ്പോൾ ഇവിടെ ഹൈവേയുടെ പണി നടക്കുന്ന കാരണം റോഡിന് രണ്ട് സൈഡിലായിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. റോഡിന് നടുവിൽ ഇത് പണിതിട്ട് അടിയിൽ വണ്ടികൾ പാസ് ചെയ്ത് പോകാറാണ് പതിവുണ്ടായിരുന്നു. പണ്ട് എൻ്റെ മാമൻ്റെ വീട് ഈ വഴി കൂടെയാണ് പോവാറ്. അപ്പോൾ എപ്പോഴും ഈ വഴിക്ക് ഞാൻ പോവാറ്. ഞാൻ ഇതിൻ്റെ അടുത്തുള്ള ഒരു +2 സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ എപ്പോഴും കാണാറുണ്ടായിരുന്നു. എല്ലാ 2 കൊല്ലം ഞാൻ അതിലൂടെ പഠിക്കുമ്പോൾ ഈ ഒരു ഗോപുരം കാണാറുണ്ടായിരുന്നു. ഒരു പ്രത്യേക എല്ലാ പൂരത്തിനും ഉണ്ടാവാറില്ല, പക്ഷേ ഈ പൂരത്തിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു കുറച്ച് നേരം നോക്കി അത്ര ഹൈറ്റിൽ പണിതല്ലോ എന്നുള്ളത്. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിനും അത് കാണാറുണ്ട്. അപ്പോൾ ഏതൊരു ആന വരുന്നുണ്ട്. ഈ ആനയുടെ പേര് എനിക്കറിയില്ല. ആന കടന്നു പോട്ടെട്ടോ, അതൊക്കെയും പറഞ്ഞുതരാം. അപ്പോൾ ഈ ആന ഏതാണെന്നറിയില്ല. അപ്പോൾ ആന പൊക്കോട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ അത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന അമ്പലം. ഞങ്ങളുടെ അടുത്തുള്ള പഞ്ചവടി ക്ഷേത്രം എന്ന് പറഞ്ഞ ഇതാണ്. ഇതിൻ്റെ മുഴുവൻ പേര് വരുന്നത് ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രം എന്നാണ്. ശങ്കരനാരായണൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, ശിവനും വിഷ്ണുവിനും കൂടിയിട്ടുള്ള ഒരു വിഗ്രഹമാണ്. പകുതി ശിവനും പകുതി വിഷ്ണു ഭഗവാനും കൂട്ടി ചേർന്നിട്ടുള്ള വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഒരു ബലിതർപ്പണം ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ മരിച്ചുപോയവർക്ക് വേണ്ടി വാവിനൊക്കെ ബലി തീടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് പഞ്ചവടി. ഹിന്ദു ആചാരപ്രകാരം ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ 7-ന്റെ അന്നോ അല്ലെങ്കിൽ 5-ന്റെ അന്നോ അസ്ഥികളെല്ലാം പറക്കിയിട്ട് കൊണ്ടൊഴുക്കുന്നതും ഈ അമ്പലത്തിൻ്റെ ബാക്കിലുള്ള കടപ്പുറത്ത് തന്നെയാണ്. ഇവിടുത്തെ ബീച്ചിലാണ് ഈ അസ്ഥികളെല്ലാം കൊടുന്ന് ഒഴുക്കുന്നത്. അപ്പോൾ ആ നിലയിലും ഇതൊരു ഇത്തിരി ഫേമസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വാവിനൊക്കെ ഉണ്ടല്ലോ, ദീപാവലിയുടെ വാവായിക്കട്ടെ മറ്റുള്ള വാവിനൊക്കെ നമ്മൾ ഇവിടെ ബലിതർപ്പണത്തിന് വേണ്ടി നല്ല തിരക്കുണ്ടാവാറുണ്ട്. മെയിൻ അത് ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ്. ഇതിലൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു അമ്പലം തന്നെയാണ്. അപ്പോൾ ബാക്കി ഇനി നിങ്ങൾ പൂരങ്ങൾ കാണാൻ അത്രേ ഉള്ളൂ. അതിനെ പാലിക്കുക. ഉത്തമമായ നടത്തിപ്പിനായി ഉദ്യോഗസ്ഥരും സമൂഹത്തിനുവേണ്ടിയും നൽകുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വാഹനങ്ങൾ പ്രവേശിപ്പിക്കാതെ സഹകരിക്കേണ്ടതാണ്. ആഘോഷത്തിരക്കിനിടയിൽ നിങ്ങളുടെ ആഭരണങ്ങളും വിലപിടിച്ച വസ്തുക്കളും കൈമോശം വരാതെ സൂക്ഷിക്കാൻ പ്രത്യേകം തടസ്സം സൃഷ്ടിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ആനകളുമായി നിശ്ചിത അകലം പാലിക്കുക. തുലാമാസ അമാവാസി ബലിതർപ്പണം നാളെ പുലർച്ചെ 2:30 പഞ്ചവടി